രാത്രി ലൈവില് അൻസിബയും ഋഷിയും ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അൻസിബ ഭയങ്കര രഹസ്യമായിട്ടാണ് പറയുന്നത്. അപ്പോൾ രഹസ്യമായിട്ട് പറഞ്ഞ കാര്യം ഇതാണ്: ഈ വീട്ടിൽ ശ്രീതു പാവാണ്. ശ്രീതുവിന് അങ്ങനെ പ്രത്യേകിച്ച് ഗെയിം ഒന്നുമില്ല, എല്ലാവരുടെ അടുത്തും ഒരുപോലെ നിൽക്കുന്നു. പിന്നെ അർജുനും ഇപ്പോൾ പ്രത്യേകിച്ച് ഗെയിം ഒന്നുമില്ല, നിന്നാ നിൽക്കട്ടെ പോയാൽ പോട്ടെ, അല്ലാതെ ആരുടെ അടുത്തേക്കും ഒന്നിനും പ്രശ്നത്തിനൊന്നും വരുന്നില്ല. അവൻ്റെതായ ഗെയിം കളിച്ച് അവൻ മുന്നോട്ട് പോകുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ ജിൻഡോയും അഭിഷേകും നമ്മുടെ ഫ്രണ്ട്സാണ്, നമ്മൾ അവരുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. ഈ 4 പേർക്കൊഴികെ ബാക്കി എല്ലാവർക്കും ഈ വീട്ടിൽ നമ്മളെ 2 പേരെയും പേടിയാണ് എന്നാണ് അൻസിബ അവിടെ ഋഷിയുടെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഋഷി ചോദിക്കുന്നുണ്ട്, അത് നിനക്കെങ്ങനെ മനസ്സിലായി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പറയുന്നുണ്ട് അൻസിബ, അത് തമ്പിക്ക് അറിയാഞ്ഞിട്ടാണ്, എനിക്കതൊക്കെ നന്നായിട്ട് മനസ്സിലാവും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഋഷി പറയുന്ന ഡയലോഗ് ഇതാണ്: നീ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിശ്വാസമാണ്, നിന്നെ മാത്രം എനിക്ക് വിശ്വാസമുള്ളൂ, നീ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കേൾക്കും, പക്ഷേ നിനക്ക് എങ്ങനെ ഇതൊക്കെ മനസ്സിലാവണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്ന് ഋഷി പറയുന്നുണ്ട്. അപ്പോൾ അൻസിബ പറയുന്നത്, എനിക്ക് കറക്റ്റായിട്ട് അത് മനസ്സിലായി. ഇന്ന് നടന്ന ടാസ്കിൽ, അതായത് അവർ ന്യൂസ് വായിക്കുന്ന ടാസ്കിൽ അവർ പറഞ്ഞത് കേട്ടില്ലേ, ശ്രീതു നമ്മുടെ അടുത്ത് വന്നിരുന്ന് സംസാരിച്ച കാര്യവും അഭിഷേക് സംസാരിച്ച കാര്യമൊക്കെ. അഭിഷേക് പിന്നെ ഫ്രണ്ടാണ്, ജിൻഡോയും ഫ്രണ്ടാണെന്ന് വിചാരിക്കാം. ശ്രീതു വന്ന് ഇന്ന് നമ്മുടെ അടുത്ത് ഇരുന്നതാണ് അവർക്ക് ഭയങ്കര വിഷമായിട്ടുള്ളത്. അവരത് നോട്ട് ചെയ്യുകയും പറയുകയും ചെയ്തത് കണ്ടില്ലേ. നമ്മളെ സത്യം പറഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും പേടിയാണ്. ഈ 4 പേർക്കൊഴികെ ബാക്കി എല്ലാവർക്കും നമ്മൾ 2 പേരെയും പേടിയാണ്. നമ്മൾ അങ്ങനെ അടികൂടാനും പ്രശ്നങ്ങളിലേക്കൊന്നും പോകുന്നില്ല, പക്ഷെ നമ്മൾ നന്നായിട്ട് ഇവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പം അവരുടേതായ രീതിയിലേക്ക് നമ്മൾ ചെല്ലില്ല, നമ്മളാണെങ്കിൽ കേൾക്കുകയും ചെയ്യുന്നു. അക്കാര്യത്തിൽ അവർ ആകെ കൺഫ്യൂഷനിലും നമ്മളെ പേടിച്ചിട്ടാണ് ഇരിക്കുന്നത് എന്നാണ് അൻസിബ അവിടെ ഋഷിയുടെ അടുത്ത് പറയുന്നത്. പിന്നെ നോറയെക്കുറിച്ചൊക്കെ കുറേ സംസാരിക്കുന്നുണ്ട്. സാധാരണ സംസാരിക്കുന്ന 2 ദിവസമായിട്ട് നോറയെക്കുറിച്ച് അൻസിബ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ വീണ്ടും വീണ്ടും നോറയെക്കുറിച്ചും അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അച്ഛനമ്മയും വലിച്ചിട്ടതും അച്ഛനമ്മേനെയും കുറിച്ച് മോശമായിട്ട് സംസാരിച്ചതും അവിടെ നോറയുടെ ഇത്രയും വൃത്തികെട്ട സ്വഭാവമാണെന്ന് തിരിച്ചറിയാനായിട്ട് വൈകിപ്പോയെന്നും അതൊക്കെ മനസ്സിലാക്കിയത് ഇപ്പോഴാണ്. ഒരു നല്ല കുട്ടിയാണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്, പിന്നീട് എനിക്ക് മനസ്സിലായി വളരെ മോശം ക്യാരക്ടറുള്ള ഒരു പെൺകുട്ടിയാണ് നോറ എന്ന് മനസ്സിലായി എന്നെല്ലാം അൻസിബ അവിടെ ഇരുന്ന് ഋഷിയുമായി സംസാരിക്കുന്നുണ്ടായിരുന്നു രാത്രി.